റംസാനിൽ വ്യത്യസ്തമായ 30 ദിന കർമ്മ പദ്ധതികളുമായി മദീൻ അക്കാദമി ക്യാമ്പയിൻ നടത്തുമെന്ന് ചെയർമാൻ ഇബ്രാഹിമുൽ ഖലീൽ അൽ ബുഖാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇഫ്താർ അടക്കമുള്ള പരിപാടികൾ പരിസ്ഥിതി സൗഹാർദ്ദമായാണ് നടത്തുക. ലോകമെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ 2 മാസക്കാലത്തോളം 5 വക്ത് പ്രാർത്ഥനകൾ നടത്തി 150 തവണ ക്ഷണിച്ചു വരുത്തുന്ന അതിഥിയാണ്. 30 ദിന കർമ്മ പദ്ധതികളാണ് റമദാൻ നടക്കുന്നതെങ്കിലും ഈ വർഷം വളരെ വ്യത്യസ്തമായി 1,00,000 കോളേജ് സ്കൂൾ വിദ്യാർത്ഥികളിലേക്ക് 5 ലക്ഷം കുടുംബങ്ങളിലേക്ക് ലഹരിക്കെതിരെ ബോധവൽക്കരണ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിക്കുന്നത്. ലഹരിയുടെ ഉപയോഗവും അതുമൂലമുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും കുറ്റകൃത്യങ്ങളും വർദ്ധിച്ച സാഹചര്യത്തിൽ ലഹരിക്കെതിരെ വിവിധ പരിപാടികൾ നടത്തും. 27-ാം രാവിൽ ലഹരിക്കെതിരെ രാജ്യത്തെ ഏറ്റവും വലിയ കൂട്ടായ്മ നടത്തും. 27-ാം രാവിലെ പ്രാർത്ഥനാ സമ്മേളനത്തിൽ ലഹരിക്കെതിരായ പ്രതിജ്ഞയും ബോധവൽക്കരണവും ലോകസമാധാനത്തിനുള്ള പ്രാർത്ഥനയും ഉണ്ടാകും. അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. റംസാൻ 1 മുതൽ 30 വരെ മദീൻ ക്യാമ്പസിൽ യാത്രക്കാർ, ആശുപത്രികളിലെ രോഗികൾ, കൂട്ടിരിപ്പുകാർ തുടങ്ങിയവരുടെ സൗകര്യത്തിനായി ഇഫ്താർ സംഗമം ഒരുക്കും. സ്വാഗത സംഘം വർക്കിംഗ് കൺവീനർ PM മുസ്തഫ കോഡൂർ, അക്കാദമി ജനറൽ സെക്രട്ടറി മാനുപ്പ ഹാജി, സെക്രട്ടറി അബ്ദുസമദ് ഹാജി, ഉമർ മേൽമുറി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN മലപ്പുറം.